മൂന്നാറിലെ തണുപ്പൻ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ മഞ്ഞുകണങ്ങൾ കൂട്ടുണ്ട്. ചാനലുകളിൽ വരുന്ന നിരന്തരം വാർത്തകൾ കേട്ട് സത്യമന്വേഷിച്ച് ഇറങ്ങിയതാണ്. എന്നാൽ ആ യാത്ര ഒട്ടും നിരാശപ്പെടുത്തിയില്ല. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മൂന്നാറിലെ മഞ്ഞുവീഴ്ച കാണാൻ രാത്രിയിൽ തന്നെ പുറപ്പെട്ടു. 6 മണിയോടുകൂടി മൂന്നാറിലെത്തിയ ഞങ്ങൾ നേരെ പെരിവരൈ ഭാഗത്തേക്കാണ് പോയത്. പ്രഭാത സൂര്യൻ പുൽനാമ്പുകളെ തഴുകുന്നതിന് മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ നിരാശയായിരിക്കും ഫലം. ആനകളുടെ സ്ഥിര സാന്നിധ്യമുള്ള മേഖല ആയതിനാൽ അതീവ ശ്രദ്ധയോടുകൂടി വേണം പുൽമേട്ടുകളിൽ ഇറങ്ങേണ്ടത്. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ സഞ്ചാരികളുടെ തിരക്കായിരുന്നു, ഒപ്പം ചില ചാനലുകളും. ഞങ്ങളാദ്യം ഈ പുഴയോരത്തേക്കാണ് പോയത്. അടുത്തും അകലെയുമുള്ള കാഴ്ചകൾ മറയ്ക്കുന്ന വിധം കോടമഞ്ഞ് മൂടിയിരുന്നു. പുൽനാമ്പുകൾ മഞ്ഞുകണങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. മുമ്പൊരിക്കലും ഇത്തരം കാഴ്ചകൾ കാണാത്തതിനാൽ വളരെയധികം കൗതുകം തോന്നി. ഞങ്ങൾ ചെല്ലുമ്പോൾ താപനില ഏതാണ്ട് 4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. വരും ദിവസങ്ങളിലും താപനില നന്നേ കുറയുമെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ വെക്കേഷൻ അടിപൊളിയാക്കാൻ മറ്റൊരിടത്തേക്കും പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വരും ദിവസങ്ങളിലും മഞ്ഞ് ഇതിനേക്കാൾ കൂടും എന്നാണ് കാലാവസ്ഥ പ്രവചനം. എന്നാൽ ഇങ്ങോട്ട് പോരുകയല്ലേ. ഈ മഞ്ഞുകാലം മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മഞ്ഞുവീഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ നിന്നും രാജമലയ്ക്ക് പോകുന്ന വഴിയിൽ പെരിവരൈ ഭാഗത്താണ് ഇപ്പോൾ കൂടുതലായും ഈ മഞ്ഞുവീഴ്ച കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കും എന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്നാൽ ഒട്ടും വൈകിക്കേണ്ട. വെക്കേഷനും ന്യൂ ഇയറും അടിച്ചുപൊളിക്കാൻ ഇങ്ങോട്ട് പോന്നോളൂ.